Dear friends, I start my class. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ആക്കാം. അതിപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുണ്ടാവാം. ഇതുവരെയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത് കോമ്പൗണ്ടും കോംപ്ലക്സൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി വല്ലാണ്ട് അഡ്വാൻസ് ആയിപ്പോയി. ഇപ്പോൾ ഇതൊക്കെ 5ാം ക്ലാസ് തൊട്ട് SLC ക്ലാസ് വരെയുള്ളവർക്ക് പറ്റും. പ്ലസ് വൺ ക്ലാസ്സുകാർക്കൊക്കെ ഇത് നല്ലപോലെ അറിയുന്നതാണ്. എന്നാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന വീട്ടമ്മമാർക്ക് കൂടി വേണ്ടി ഞാൻ ഇതൊന്ന് പറയാം. അസർട്ടീവ് സെൻറ്റൻസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മൂന്നും ഒന്ന് തന്നെ. അസർട്ടീവ്, ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് 3 സെൻറ്റൻസും ഒന്ന് തന്നെ. സാധാരണ വാചകം നമ്മൾ എന്തെങ്കിലും സംതിങ് വി സ്റ്റേറ്റ്, നമ്മൾ പറയുന്ന ഒരു വാചകം സാധാരണ എന്തെങ്കിലും കാര്യം പറയാം, ചോദ്യമല്ല, ആശ്ചര്യമല്ല, കൽപ്പനയല്ല, സാധാരണ ഒരു വാചകം. അതിനാണ് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഈ അസർട്ടീവ് സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ പേര് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും മൈ നെയിം ഈസ് മാധവദാസ്. അപ്പോൾ നമ്മൾ പറയും, അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ്? വാട്ട് ഈസ് യുവർ നെയിം? അതേസമയം ഐ ആം മാധവദാസ് എന്നാണെങ്കിലോ, ഐ ആം മാധവദാസ് ആണെങ്കിൽ എന്താ പറയുക? ഹു ആർ യു എന്നല്ലേ? ഹു ആർ യു എന്ന് ചോദിച്ചാലല്ലേ ഐ ആം മാധവദാസ് എന്ന് പറയാം. മൈ നെയിം ഈസ് മാധവദാസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചോദ്യം ചോദിക്കണം? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കണം. അപ്പോൾ പേരിനെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എവിടെ, ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ട്രിച്ചൂർ, എവിടേക്കാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വേർ ആർ യു ഗോയിങ് എന്ന് പറയും. വേർ ആർ യു ഗോയിങ് എന്ന് പറയും അല്ലേ? അതേസമയം സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് നോക്കുക. ആരാണ് പോകുന്നതെങ്കിൽ ഹൂ ഈസ് ഗോയിങ് ടു ട്രിച്ചൂർ. ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ട്രിച്ചൂർ എന്നുള്ളതിന് ട്രിച്ചൂർ എന്ന് വരച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കും. അതേസമയം ഐ എന്ന് വരച്ച് നോക്കുക, സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ എന്താ പറയുക? ഹൂ ഈസ് ഗോയിങ് ടു ട്രിച്ചൂർ. ഉത്തരം ഐ ആം ഗോയിങ് ടു ട്രിച്ചൂർ. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയെ കുറിച്ച് ചോദിക്കാൻ വിചാരിച്ചോ. ഐ ആം എ ടീച്ചർ, എന്താ ചോദ്യം വരിക? വാട്ട് ആർ യു. അതേസമയം ഐ ആം മാധവദാസ്, ഹൂ ആർ യു. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ ഹൂ ആർ യു എന്നും, നിങ്ങളുടെ പ്രൊഫഷൻ ചോദിക്കാൻ വാട്ട് ആർ യു എന്നാണ് ചോദിക്കുക. വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്നർത്ഥം. ഐ ആം എ ടീച്ചർ, ഐ ആം എ ഡോക്ടർ, ഐ ആം എൻ എഞ്ചിനീയർ, അതാണ് അതിൻ്റെ ഉത്തരം വരിക. ഇനി ഇപ്പോൾ പ്രാവശ്യത്തെ കാണിക്കാനാണ് വിചാരിക്കുക. ഹൗ ഓഫൺ അതാണ് ചോദിക്കുക. പ്രാവശ്യത്തെ കാണിക്കാൻ ഹൗ ഓഫൺ. ഐ ഗോ ടു ടെമ്പിൾ ട്വൈസ് എ വീക്ക് എന്ന് പറഞ്ഞു വെച്ചോളൂ. ഐ ഗോ ടു ടെമ്പിൾ ട്വൈസ് എ വീക്ക്. അപ്പോൾ ട്വൈസ് എ വീക്ക് എന്ന് വരച്ചു. ചോദ്യം എങ്ങനെ ഉണ്ടാക്കുക? ഹൗ ഓഫൺ ഡു യു ഗോ ടു ടെമ്പിൾ എന്ന വരിക ഉത്തരം. അപ്പോൾ ചോദ്യത്തിന് പ്രാവശ്യത്തിനെ കാണിക്കാൻ ഹൗ ഓഫൺ, OFTN. ഇനി ദൂരത്തിനെ കാണിക്കാനാണെങ്കിലോ ഹൗ ഫാർ. ഐ ട്രാവൽഡ് 80 കിലോമീറ്റേഴ്സ്. ഹൗ ഫാർ ഡിഡ് യു ട്രാവൽ, അതാണ് അതിൻ്റെ ചോദ്യം വരിക. അപ്പോൾ ദൂരത്തെ കാണിക്കാൻ ഹൗ ഫാർ. ഇനി ഐ വർക്ക്ഡ് ദർ 20 years എന്ന് പറഞ്ഞോളൂ. 20 years വരച്ചു. ഹൗ മെനി ഇയേഴ്സ് യു വർക്ക്ഡ് ദർ എന്ന് പറയാം, എന്നാലും അതിന് ശരിക്കും ഉത്തരം ഹൗ ലോങ് എന്നാണ്. അപ്പോൾ കാലദൈർഘ്യത്തെ കാണിക്കാൻ സാധാരണ ഹൗ ലോങ് എന്നാണ് ഉപയോഗിക്കുക. ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദർ. ഐ വർക്ക്ഡ് ദർ ഫോർ 20 years, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഞാൻ പറഞ്ഞു പ്രാവശ്യമാണെങ്കിൽ ഐ വിസിറ്റ് ടെമ്പിൾ ട്വൈസ് എ വീക്ക് എന്ന് ഹൗ ഓഫൺ എന്ന് പറഞ്ഞു, ഹൗ ഫാർ എന്ന് പറഞ്ഞു ദൂരത്തെ കാണിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിലൂടെ പറയാനുള്ളത്, ചോദ്യം ഉണ്ടാക്കാനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ബോർഡിലേക്ക് നോക്കിയിട്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ചോദ്യം ഇതാ, സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആക്കുന്നു. ഐ ആം ഗോയിങ് ടു തൃശ്ശൂർ. വേർ ആർ യു ഗോയിങ്, എവിടേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ. അതേസമയം സബ്ജക്റ്റിന് പ്രാധാന്യം ഉണ്ടെങ്കിലോ ഹൂ ഈസ് ഗോയിങ് ടു തൃശ്ശൂർ, ആരാണ് പോകുന്നത് എന്ന് കാണിക്കാൻ. ഇതാ പ്രൊഫഷനെ കാണിക്കുമ്പോൾ ഐ ആം എ ടീച്ചർ, എന്താ ചോദ്യം ചോദിക്കുക? വാട്ട് ആർ യു. വാട്ട് ആർ യു. ഐ ആം മാധവദാസ് എന്നാകുമ്പോഴോ ഹൂ ആർ യു, ആരാണെന്ന് കാണിക്കാൻ. മൈ നെയിം ഈസ് മാധവദാസ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുക. അതുപോലെ ഏജിനെ കാണിക്കാൻ ഐ ആം 80 years old, എന്താ ചോദ്യം ചോദിക്കുക? ഹൗ ഓൾഡ് ആർ യു. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള ഉത്തരങ്ങളാണ്. ഇനി ഐ മെറ്റ് ഹിം അറ്റ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ സ്ഥലത്തിനെ കാണിക്കാനാണ്. അപ്പോൾ വേർ ഡിഡ് യു മീറ്റ് ഹിം, സ്ഥലത്തിനെ കാണിക്കാൻ വേർ ഡിഡ് യു മീറ്റ് ഹിം. I traveled 80 kilometers.
പേരിലെ മഷി തീർന്ന കാരണം കൊണ്ട് വേറെ മഷി എഴുതണമില്ല. ഹൗ ഫാർ ഡിഡ് യു ട്രാവൽ? അപ്പോൾ ദൂരത്തിനെ കാണിക്കാൻ 80 കിലോമീറ്റേഴ്സ്, ദൂരത്തിനെ കാണിക്കാൻ ഹൗ ഫാർ, മറക്കരുത്. ഇനി ഐ വർക്ക്ഡ് ദർ 20 years, 20 കൊല്ലം. കാലദൈർഘ്യത്തിനെ കാണിക്കാൻ ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദർ. ഇനി പ്രാവശ്യത്തെ കാണിക്കാനോ ഐ ഗോ ടു ടെമ്പിൾ ട്വൈസ്, TWIC, ട്വൈസ് എ വീക്ക്, WEEK. അതിനെങ്ങനെ ചോദ്യം ചോദിക്കുക? ഹൗ ഓഫൺ ഡു യു ഗോ ടു ടെമ്പിൾ? ചോദ്യടയാളാണ് കേട്ടോ. ഹൗ ഓഫൺ ഡു യു ഗോ ടു ടെമ്പിൾ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ചോദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. അതായത് സാധാരണ വാചകത്തിനെ ചോദ്യമാക്കാൻ ചില നിയമങ്ങളുണ്ട്. ഈ നിയമം ആവർത്തിച്ച് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ബ്രാക്കറ്റിൽ ഞാൻ എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 8 വാചകങ്ങൾ, 8-9 വാചകങ്ങളുണ്ട്. അത് എഴുതി 2 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദൂരത്തെ കാണിക്കാൻ ഹൗ ഫാർ, പ്രാവശ്യം കാണിക്കാൻ ഹൗ ഓഫൺ, ദൈർഘ്യത്തെ കാണിക്കാൻ ഹൗ ഫാർ എന്ന് പറഞ്ഞു, സ്ഥലത്തിനെ കാണിക്കാൻ വേറെന്ന് പറഞ്ഞു, പ്രായത്തിനെ കാണിക്കാൻ ഹൗ ഓൾഡ് ആർ യു, പിന്നെ പ്രൊഫഷനെ കാണിക്കാൻ വാട്ട് ആർ യു എന്ന് ചോദിക്കേണ്ടി വരും, പേരിനെ കാണിക്കാൻ ഹു ആർ യു എന്ന് ചോദിക്കേണ്ടി വരും. ഇതെല്ലാം എഴുതി തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇത് വീട്ടിലിരുന്ന് സ്ഥിരമായിട്ട് 2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം ചോദ്യം ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ലപോലെ പഠിക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.